പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയുടെ കൈവശം ആവശ്യത്തിന് LNG ശേഖരമുണ്ട്. അതിനിടെ രാജ്യത്തെ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രാലയം നൽകുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. ഏത് സംഘർഷവും ഏത് യുദ്ധവും അത് സാധാരണക്കാരന്റെ കീശ കീറും, സാധാരണക്കാരൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ മട്ടിലൊരു മുന്നറിയിപ്പ് ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പാചകവാതക വിലയിൽ വർധനയുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നിലവിൽ ആവശ്യത്തിന് LNG ശേഖരമുണ്ട്. ഇന്ധനവില ഉടനെ ഉയർത്തില്ല എന്ന് പറയുമ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഉണ്ടായേക്കുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോകുൽ കൃഷ്ണ, കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പെട്രോളിയം മന്ത്രാലയം ഇടയ്ക്കിടെ വിശദീകരണങ്ങൾ നൽകിയതാണ്. നിലവിൽ അത്തരത്തിൽ വില വർദ്ധിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയോ നിലവിൽ രാജ്യത്ത് നേരിടുന്നില്ല എന്നതായിരുന്നു പെട്രോളിയം മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരുന്ന കാര്യം. ഇന്ത്യയുടെ കൈവശം ആവശ്യത്തിന് LNG ശേഖരമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് LNG വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. എന്തായാലും വില വർദ്ധിപ്പിക്കില്ലെന്ന ഉറപ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിലാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ വ്യക്തമാണ്. നേരത്തെ തന്നെ ഈ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് പെട്രോളിയം മന്ത്രാലയം ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് പരമാവധി LNG ഉത്പാദനം നടത്തി അത് പൊതുമേഖലാ കമ്പനികൾക്ക് മാത്രമേ കൈമാറാവൂ, പൊതുമേഖലാ കമ്പനികൾ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് മാത്രമേ അത് വിൽക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ നൽകിയതുമാണ്. എന്തായാലും അത്തരം സാഹചര്യങ്ങളിൽ നിലവിൽ പ്രതിസന്ധികൾ നേരിടുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, രാജ്യത്തെ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കുമെന്ന ചില സൂചനകൾ കൂടി ധനമന്ത്രാലയം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഇറക്കുമതി, അതായത് വാണിജ്യ വ്യാപാരം, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പലതരത്തിലുള്ള ഈ ചരക്ക് നീക്കമടക്കം പ്രതികൂലമായി ബാധിച്ച സാഹചര്യങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.